പാകിസ്ഥാൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഇത് പറയുന്നത് മറ്റാരുമല്ല, പാകിസ്ഥാൻ്റെ ധനകാര്യമന്ത്രി മുഹമ്മദ് ഔറംഗസീബാണ്. രാജ്യത്തിൻ്റെ സാഹചര്യം വളരെ പരിതാപകരമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പാകിസ്ഥാന് വിശ്വാസ്യത നഷ്ടപ്പെട്ടു. അത് ഇനി വളർത്തിയെടുക്കണമെങ്കിൽ അടിയന്തര സാമ്പത്തിക പരിഷ്കാരങ്ങൾ ആവശ്യമാണ് എന്ന് ധനമന്ത്രി മുന്നറിയിപ്പ് നൽകുന്നു. അവിടെ ഈ സെനറ്റ് കാലാവസ്ഥാ വ്യതിയാന സമിതി യോഗത്തിൽ സംസാരിക്കുമ്പോഴാണ് മന്ത്രിയുടെ ഈ പരാമർശം പുറത്തു വന്നത്. പാകിസ്ഥാന് ഒരു സാമ്പത്തിക വെല്ലുവിളി ഉയർത്തുന്ന നിരവധി ഘടകങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ആ വെല്ലുവിളികളെക്കുറിച്ചൊക്കെ അദ്ദേഹം അവിടെ വിവരിച്ചു. അന്താരാഷ്ട്ര നേതാക്കളുമായി ഈ വെല്ലുവിളികളെ അതിജീവിക്കാൻ നടത്തുന്ന ചർച്ചകളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ രാജ്യങ്ങളുമായി ഉള്ള ചർച്ചകൾ എങ്ങനെ നടക്കുന്നു, ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ ആ യോഗത്തിൽ ഔറംഗസേബ് സെനറ്റർമാർക്ക് വിശദീകരിച്ച് നൽകി. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്, നമ്മുടെ ADB, $500 മില്യൺ വായ്പ അനുവദിച്ചിട്ടുണ്ട് പാകിസ്ഥാന്. അത് അദ്ദേഹം അവിടെ വെളിപ്പെടുത്തി. പാകിസ്ഥാൻ അടുത്ത ആഴ്ച അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് $1 ബില്യൺ സഹായം ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് സാമ്പത്തിക സഹായമൊക്കെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നികുതി നയത്തിൽ കാതലായ ഒരു മാറ്റം വേണം എന്നാണ് പാകിസ്ഥാൻ ധനമന്ത്രി പറയുന്നത്. ഇനി ധനകാര്യ മന്ത്രാലയം ഈ നികുതി നയത്തിനപ്പുറത്തേക്ക് ചിന്തിച്ചു തുടങ്ങണം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. മുഹമ്മദ് ഔറംഗസീബ് ഒരു ബാങ്കറായിരുന്നു. അതായത് ഈ മന്ത്രിയാകുന്നതിന് മുൻപ് അദ്ദേഹം ബാങ്കിങ് രംഗത്ത് ശക്തമായ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ടെക്നോക്രാറ്റ് ബാങ്കർ എന്ന നിലയിലൊക്കെ ശ്രദ്ധേയനായ ശേഷമാണ് അദ്ദേഹം ഇങ്ങനെ ഭരണ രംഗത്തേക്ക് കടന്നു വരുന്നത്. 2024 മാർച്ച് 11 മുതൽ അദ്ദേഹം പാകിസ്ഥാൻ്റെ ധനമന്ത്രിയായി സേവനം അനുഷ്ഠിച്ചു വരികയാണ്. അതിനു മുമ്പ് 2018 ഫെബ്രുവരി മുതൽ 2024 മാർച്ച് വരെ അദ്ദേഹം ഹബീബ് ബാങ്ക് ലിമിറ്റഡിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു. അതിൻ്റെ പ്രസിഡൻ്റായും ഒക്കെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ 2024 മാർച്ചിൽ പാകിസ്ഥാനിലെ ഏറ്റവും ഉയർന്ന ശമ്പളം വാങ്ങുന്ന 5 ബാങ്ക് CEOമാരിൽ ഒരാൾ ആയിരുന്നു ഔറംഗസേബ് എന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു വലിയ ശമ്പളം വാങ്ങുന്ന വ്യക്തിയാണ് പിന്നീട് അതൊക്കെ മാറ്റിവെച്ച് അദ്ദേഹം ഈ പാകിസ്ഥാൻ്റെ മന്ത്രിയായി തുടരാൻ തീരുമാനിച്ചത്. അദ്ദേഹം ഈ ഷഹബാസ് ഷെരീഫിൻ്റെ 2ാമത്തെ മന്ത്രിസഭയിൽ ഫെഡറൽ ധനകാര്യ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്നതിനായി തൻ്റെ 3 കോടി രൂപയിലധികം പ്രതിമാസം ശമ്പളം, അദ്ദേഹം മറ്റ് പാക്കേജുകളൊക്കെ ഉണ്ടായിരുന്നു, അതുപോലെ ഡച്ച് പൗരത്വം ഉണ്ടായിരുന്നു, ഇതൊക്കെ അദ്ദേഹം ഉപേക്ഷിച്ചു. അദ്ദേഹം പാകിസ്ഥാൻ്റെ ഉന്നമനത്തിനായി വന്നു. പാകിസ്ഥാൻ്റെ കടം വളരെ അധികം വർദ്ധിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. പാകിസ്ഥാൻ്റെ കടം GDP അനുപാതം ഇതിനകം 70% മുകളിലാണ്. IMFും അതുപോലെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളും അങ്ങനെയാണ് അത് കണക്കാക്കുന്നത്. അപ്പോൾ അവരുടെ കടത്തിൻ്റെ പലിശ അടയ്ക്കാൻ ഈ വർഷം സർക്കാർ വരുമാനത്തിൻ്റെ 50 മുതൽ 60% വരെ വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് എന്ന് ചുമതലയേറ്റപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു. ലോകത്തിലെ ഏതൊരു സമ്പദ് വ്യവസ്ഥയുടെയും ഒരു മോശം സാഹചര്യം ആണ് ഈ GDP ഡെറ്റ് റേഷ്യോ ഇങ്ങനെ ഉയരുന്നത്. ഈ അനുപാതം അത്ര ഗുണകരമായ ഒന്നല്ല, അല്ലെങ്കിൽ അത് ഏറ്റവും മോശം സാഹചര്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഈ പാകിസ്ഥാൻ അവിടെ വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിട്ടതിനെ തുടർന്ന് ഗ്യാസിൻ്റെ വിലയിൽ 840% വർധനവ് ചുമത്തേണ്ടി വന്നു. വൈദ്യുതി നിരക്കിൽ 110% വർധനവ് ഉണ്ടായത്. കറൻസിയുടെ മൂല്യം ഇടിഞ്ഞു. അതുപോലെ പാകിസ്ഥാൻ മറ്റ് അധികം പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. അതൊക്കെ ഈ ഇൻഫ്ലേഷനുമായി ബന്ധപ്പെട്ടും പണപ്പെരുപ്പവുമായി ബന്ധപ്പെട്ടും ഒക്കെ വരുന്ന പ്രശ്നങ്ങളൊക്കെ പാകിസ്ഥാനിൽ ഉണ്ടായി. വിലക്കയറ്റമുണ്ടായി. അപ്പോൾ പാകിസ്ഥാൻ ധനമന്ത്രി കഴിഞ്ഞ ഡിസംബർ 11 ഈ കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെയൊക്കെ കണ്ടിരുന്നു. അപ്പോൾ പാകിസ്ഥാൻ ഒരു വലിയ പ്രതിസന്ധിയിലാണ്. അഭൂതപൂർവമായ ഒരു പണപ്പെരുപ്പമാണ് അവിടെ ഉള്ളത് എന്ന് അദ്ദേഹം അന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അത് രാജ്യത്തിൻ്റെ വാങ്ങൽ ശേഷിയെ തകർത്തു, ജീവിത നിലവാരം താഴ്ത്തുകയും ചെയ്തു. ഈ വിഷയങ്ങളൊക്കെ പുറത്തു വന്ന സാഹചര്യത്തിലാണ് പാകിസ്ഥാനിൽ ഒരു ഘടനാപരമായ മാറ്റം സാമ്പത്തിക രംഗത്തുണ്ടാകണം എന്ന് അദ്ദേഹം പറയുന്നത്. ഫെഡറൽ ബോർഡ് ഓഫ് റവന്യൂ നികുതി പിരിവിൽ മാത്രം ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കും. ആശങ്കകൾക്കിടയിലും സുസ്ഥിരവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഒരു സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിന് ഘടനാപരമായ ഒരു പരിഷ്കാരം വേണം എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. അതിൻ്റെ ആവശ്യകത ഔറംഗസീബ് ഊന്നിപ്പറയുന്നു. പാകിസ്ഥാൻ റീറ്റെയിൽ ബിസിനസ് കൗൺസിൽ ഇസ്ലാമാബാദിൽ സംഘടിപ്പിച്ച ഒരു പ്രത്യേക പരിപാടിയിൽ
സംസാരിക്കവേ അദ്ദേഹം മുമ്പ് പറഞ്ഞത് ശമ്പളക്കാർ അനുപാതമില്ലാതെ നികുതി ഭാരം വഹിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതാ അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയാണ്. അപ്പോൾ ചില്ലറ വ്യാപാരം, മൊത്ത വ്യാപാരം, റിയൽ എസ്റ്റേറ്റ്, കൃഷി എന്നീ മേഖലകളിൽ ഉള്ളവർ ന്യായമായ സംഭാവനകൾ നൽകണം എന്ന് അദ്ദേഹം എടുത്തു പറയുന്നു. അന്താരാഷ്ട്ര പിന്തുണ നേടുന്നതിന് പാകിസ്ഥാന് ഒരു കൃത്യമായ സാമ്പത്തിക തന്ത്രം വേണം, ആ തന്ത്രം ശക്തിപ്പെടുത്തണം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ കൃത്യമായി നിർവചിക്കപ്പെട്ട ഒരു പദ്ധതിയില്ലാതെ ഒരു സഹായവും ലോകരാജ്യങ്ങൾക്കിടയിൽ നിന്ന് കിട്ടില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. നിലവിലുള്ള നികുതിദായകർക്ക് കൂടുതൽ ഭാരം ചുമത്താതെ പാകിസ്ഥാന് വരുമാന ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയില്ല എന്ന ആശങ്കകൾ ഒരു വശത്തുണ്ട്. അതിനെ മറികടക്കാനുള്ള ശ്രമത്തിലാണ് ഔറംഗസീബ്. അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ പദ്ധതി തയ്യാറാക്കണം എന്ന് അവർ ലക്ഷ്യമിടുന്നു. ഇതിൽ ഒരു കാര്യം, അമിതമായി യുദ്ധ ആവശ്യങ്ങൾക്കായി പണം ചെലവഴിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായും അവിടുത്തെ ജനങ്ങളുടെ വികസനവുമൊക്കെയായി ബന്ധപ്പെട്ട് വരേണ്ട കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതിനപ്പുറത്തേക്ക് ഈ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നതിനും അതുപോലെ ആയുധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ അനാവശ്യമായ ശ്രമങ്ങൾ, ആ രാജ്യത്തിനെ കൊണ്ട് കഴിയുന്നതിനപ്പുറത്തേക്കുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നു. അവരുടെ കടം വർദ്ധിക്കുന്നു, പണപ്പെരുപ്പം കൂടുന്നു, തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു, ഒപ്പം അവിടെ വിലക്കയറ്റവും ഉണ്ടാകുന്നു. അപ്പോൾ ഇതൊക്കെ സാധാരണക്കാരനായ പാകിസ്ഥാനിയുടെ ജീവിതം വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുകയാണ്. ഇതിനെ തുടർന്നാണ് ബലൂചിസ്ഥാനിൽ ഈ പാകിസ്ഥാൻ വിട്ടുപോകാൻ ചിലർ തയ്യാറാകുന്നു എന്ന സൂചനകൾ പുറത്തു വരുന്നത്. അവിടെ അത്തരം പ്രതിഷേധങ്ങൾ നടക്കുന്നു. അത് പാർലമെൻറ്റിൽ ഒരു പ്രതിനിധി തന്നെ, അവിടുത്തെ ഒരു ജനപ്രതിനിധി തന്നെ ഈ കാര്യം തുറന്നു പറയുകയും ചെയ്തു. അതോടൊപ്പം തന്നെ LOCയിൽ പാകിസ്ഥാന് എതിരെയുള്ള വികാരം വളരെ ശക്തമാണ്. പാക് അധിനിവേശ കശ്മീരിൽ ജനങ്ങൾ കൂടുതലും ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുന്നു. ഇന്ത്യയിൽ നടക്കുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ച് അവർ മനസ്സിലാക്കുന്നു. അപ്പോഴത് ഇന്ത്യയുടെ ഭാഗമായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണം അവിടെ വർദ്ധിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അവിഭാജ്യ ഘടകമായ ആ പ്രദേശം ഇന്ത്യയിലേക്ക് ചേരണം എന്നുള്ള, അല്ലെങ്കിൽ അതിൻ്റെ നിയന്ത്രണം പൂർണ്ണമായി ഇന്ത്യയിലേക്ക് വരണം എന്ന് അവിടുത്തെ നാട്ടുകാരും ആഗ്രഹിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ പാകിസ്ഥാൻ വലിയ പ്രതിസന്ധിയിലാണ്. ഈ സാമ്പത്തിക പ്രതിസന്ധിയെ അതിജീവിക്കാൻ കഴിയാതിരുന്നാൽ അത് വലിയ അപകടമാകും എന്നാണ് അവിടുത്തെ ധനകാര്യമന്ത്രി പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വെറും വാക്കല്ല, നമുക്കറിയാം അദ്ദേഹം ഒരു ശക്തനായ ഒരു ബാങ്കറായിരുന്നു, സാമ്പത്തിക കാര്യങ്ങളിൽ കൃത്യമായ ധാരണയുള്ള ആളാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത് പാകിസ്ഥാൻ്റെ വെല്ലുവിളികൾ അദ്ദേഹം പറയുമ്പോൾ അത് ലോകരാജ്യങ്ങളും ഗൗരവമായി തന്നെ എടുക്കുന്നു.